Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about what are decisions. Decisions and what are the types of decisions, tactic as well as strategic decisions, whereas the essential components of decision making as well as the steps for decision making process. So, these 4 കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. And today we are trying to discuss about decision theories. അപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ ഉപയോഗിച്ചൊരു ടേമായിരുന്നു ഡിസിഷൻ തിയറി. അപ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്സിനകത്ത് ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമുക്ക് ഒപ്റ്റിമം പേ ഓഫ് കിട്ടുന്ന രീതിയിൽ ആപ്റ്റായി കിട്ടുന്ന രീതിയിൽ ആപ്റ്റായിട്ടുള്ള ഡിസിഷൻ തിയറി അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ചൂസ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഒരു ഡിസിഷൻ തിയറി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഡിസിഷൻ തിയറി ഈസ് ബോത്ത് descriptive and prospective business modeling approach that classifies the degree of knowledge and compare expected outcomes to the course of action. Decision theory എന്ന് പറയുന്നത് it is actually a business modeling approach ആണ്, both in descriptive as well as prospective ways. ഈ രണ്ട് വേസിൽ ഡിസ്ക്രിപ്റ്റീവ് വേയിലാണെങ്കിലും പ്രസ്പെക്റ്റീവ് വേയിലാണെങ്കിലും ഒരു ബിസിനസ് മോഡലിംഗ് അപ്രോച്ചിനാണ് എന്ന് വിളിക്കുന്നത് ഡിസിഷൻ തിയറി എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് in decision theory, it classifies the degree of knowledge about a decision and compare expected outcomes to the course of action. അതായത് ഡിസിഷൻ തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ് മോഡലിങ്ങിന് വേണ്ടി ബിസിനസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ബിസിനസ് മോഡലിംഗ് അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കും ഡിസിഷൻ തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസിഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആ ഡിസിഷനെ പറ്റിയുള്ള നമുക്ക് ആർക്കാണ് ഡിസിഷൻ എടുക്കേണ്ട ഡിസിഷൻ മേക്കറിന് ആ ഡിസിഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആ പ്രോസസ് അഥവാ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഡിഗ്രി ഓഫ് നോളജ് അനലൈസ് ചെയ്തതിന് ശേഷം അവിടെ അദ്ദേഹത്തിന് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഓഫ് ആക്ഷനെയും അതുപോലെ തന്നെ അവിടുത്തെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പേ ഓഫിനെയും എല്ലാം കമ്പയർ ചെയ്ത് അവിടെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, കോഴ്സ് ഓഫ് ആക്ഷൻ, എക്സ്പെക്റ്റഡ് പേ ഓഫ് ഇവയെല്ലാം കമ്പയർ ചെയ്ത് അദ്ദേഹത്തിന് ആ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഡിസിഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രോബ്ലം അഥവാ പ്രോസസ്സിനെ പറ്റിയുള്ള ഡിഗ്രി ഓഫ് നോളജിനെ എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് ആ ഡിസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ ഡിസിഷനിൽ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറി എന്ന് പറയുന്നത് ഡിസിഷൻ തിയറി എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഡിസിഷൻ തിയറി ഈസ് ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പെർസ്പെക്റ്റീവ് ബിസിനസ് മോഡലിംഗ് അപ്രോച്ച് ദാറ്റ് ക്ലാസിഫൈസ് ദ ഡിഗ്രി ഓഫ് നോളജ് ആൻഡ് കമ്പയർ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ടു ദ കോഴ്സ് ഓഫ് ആക്ഷൻസ്. അപ്പോൾ നമ്മളുടെ നമുക്ക് ആ ഒരു ഡിസിഷൻ നമ്മൾ ടേക്ക് ചെയ്യാനായിട്ട് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെയും അതുപോലെ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കോഴ്സ് ഓഫ് ആക്ഷനെ എല്ലാം കമ്പയർ ചെയ്തതിന് ശേഷം ആ ഡിസിഷനെ പറ്റിയുള്ള നമ്മളുടെ ഡിഗ്രി ഓഫ് നോളജ് എപ്രകാരമാണോ, ഡിഗ്രി ഓഫ് നോളജ് എത്രമാത്രം അറിവ് നമുക്ക് ആ ഡിസിഷനെ പറ്റി ഉണ്ട് അല്ലെങ്കിൽ ആ പ്രോബ്ലം അഥവാ പ്രോസസ്സിനെ പറ്റി എത്രമാത്രം അറിവ് നമുക്കുണ്ട് അതിൻ്റെ എല്ലാം ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് മോഡലിംഗ് നമ്മൾ ബിസിനസ് മോഡലിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഡിസിഷനിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന തിയറി നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസിഷൻ തിയറി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് നോളജ്, ഒരു ഡിസിഷനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അഥവാ പ്രോസസ്സിനെ പറ്റി നമ്മളുടെ ലെവൽ ഓഫ് നോളജ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിഗ്രി ഓഫ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡിഗ്രി ഓഫ് നോളജ് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇഗ്നറൻസ്, സെക്കൻഡ് വൺ ഈസ് അൺസർട്ടനിറ്റി, തേർഡ് വൺ ഈസ് റിസ്ക് ആൻഡ് ഫോർത്ത് വൺ ഈസ് സർട്ടനിറ്റി. അതായത് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ 4 രീതിയിൽ ആയിരിക്കും നമ്മൾ ഏതൊരു വിഷയത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഒന്നുകിൽ നമ്മൾ അതിനെപ്പറ്റി ഇഗ്നറൻ്റ് ആയിരിക്കും, ഒരു ധാരണ നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അൺസേർട്ടൺ, ഒരു വലിയ എന്താ പറയുന്നത് സേർട്ടൺ അല്ലാത്ത ഉറപ്പില്ലാത്ത എന്തൊക്കെയോ വേഗമായിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ റിസ്ക്, നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ചെയ്യും. എന്താ പറയുക ചില കാര്യങ്ങൾ സംഭവിക്കാം, അതിൻ്റെ സാധ്യതകളെ പറ്റി നമുക്കൊരു അറിവുണ്ടാവും. അപ്പോൾ ആ സാധ്യതയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും,
ആ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അപ്രോച്ച് ചെയ്യാണ്ട് ശ്രമിക്കുക, ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കും. ആ സാധ്യതകളുടെ ബേസ് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. അത് ഹാപ്പൻ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി എന്തില്ല, സെർട്ടനിറ്റിയോ അൺസെർട്ടനിറ്റിയോ ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആ സാധ്യതയുടെ ബേസിൽ നമ്മൾ ഡിസിഷൻ ടേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ പ്രോബ്ലത്തിനെ പറ്റി നമ്മൾക്ക് ഉള്ള നോളജ് എന്താണെന്ന് നമുക്ക് പറയാം, റിസ്ക് ആണ്. നോളജ് ഇട്ട് റിസ്ക് ആണ് നമുക്ക് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെർട്ടനിറ്റി. നമ്മൾ സെർട്ടൺ ആണ് ആ കാര്യത്തിനെ പറ്റി നമുക്ക് മികച്ച നല്ലൊരു ധാരണയുണ്ട്. അതിനെപ്പറ്റി ആ നോളജ് എന്താണ്, സെർട്ടൺ ആണ് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഡിഗ്രി ഓഫ് നോളജ് 4 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇഗ്നറൻസ്, സെക്കൻഡ് വൺ ഈസ് അൺസെർട്ടനിറ്റി, തേർഡ് വൺ ഈസ് റിസ്ക് ആൻഡ് ഫോർത്ത് വൺ ഈസ് സെർട്ടനിറ്റി. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് നോളജ് അബൌട്ട് ഡിസിഷൻ്റെ ബേസിസിൽ വി ക്യാൻ ക്ലാസിഫൈ ഡിസിഷൻ എൻവയോൺമെൻറ്റ്സ് ഇൻ ടു 4. ദാറ്റ് ഈസ് ദ ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു കാര്യം, ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ ആ തീരുമാനത്തെ പറ്റിയുള്ള നമ്മളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ തീരുമാനം ചൂസ് ചെയ്യാൻ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടുള്ള എൻവയോൺമെൻറ്റിനെ 4 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. ഞാൻ ഓർഡർ തിരിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി, സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, തേർഡ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ്. അപ്പോൾ ഈ നോളജ് ഡിഗ്രി ഓഫ് നോളജിൻ്റെ ഡിസിഷനെ പറ്റിയുള്ള ഡിഗ്രി ഓഫ് നോളജിൻ്റെ ബേസിസിൽ വി ക്യാൻ ക്ലാസിഫൈ ദ ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്സ് ഇൻ ടു 4. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഇഗ്നറൻസ്. അതിനകത്ത് ഫസ്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ദ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. നമുക്ക് ഒരു കാര്യം നമ്മൾ ഉറപ്പാണ് എന്നുള്ള ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണത് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഒപ്റ്റിമം ആയിട്ട് റിസൾട്ട് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സെർട്ടൺ ആണ് എനിക്ക് ആ കാര്യത്തിനെ പറ്റി ആ തീരുമാനം എടുക്കുന്നതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്കത് വേണം. ഇപ്പോൾ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു, എൻ്റെ പാഷൻ ഇതാണെന്ന് എനിക്കുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഒരു സംശയവും കൂടാതെ എനിക്ക് ആ കോഴ്സിനെ എനിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ആ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആരാണ് ഡിസിഷൻ മേക്കർ, ആ ഡിസിഷൻ മേക്കർ ഈ ഡിസിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഡിസിഷനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ പറ്റിയും ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സിനെ പറ്റിയും അതിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന പേ ഓഫിനെ പറ്റി അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി ലോസിനെ പറ്റിയെല്ലാം കറക്റ്റായിട്ടൊരു ധാരണ, ഒരു സെർട്ടൺ ആയിട്ടുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സെർട്ടൺ ആയിട്ട് ഡിസിഷൻ അദ്ദേഹത്തിന് എന്ത് ടേക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സെർട്ടനിറ്റി ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു എന്താ പറയുന്നത് കറക്റ്റായിട്ട് സെർട്ടൺ ആയിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. ഒരു കാര്യം ഈ മറ്റുള്ള ഓൾട്ടർനേറ്റീവ്സിനേക്കാളിലെല്ലാം തന്നെ ആ ഡിസിഷൻ മേക്കറിന് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന പേ ഓഫ് കിട്ടുന്നത് ഈ ഒരു ഡിസിഷൻ ചൂസ് ചെയ്യുമ്പോഴാണ് എന്ന് ഉറപ്പായിട്ടുള്ള സെർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, റിസ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും പ്രോബിലിറ്റി എന്നൊരു ടേമായിട്ട് ലിങ്ക് ചെയ്യണം എപ്പോഴും റിസ്ക് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൽ നിന്ന് തുടങ്ങാം. സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്താണെന്ന് പറഞ്ഞത്, നമ്മളൊരു ഡിസിഷൻ മേക്കർ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും ആ എടുത്ത ആ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ ആ ഡിസിഷൻ മേക്കറിന് കൺട്രോളിന് അപ്പുറത്തേക്കുള്ള സ്റ്റേറ്റ്സ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ നമ്മൾ വിളിക്കുന്നത്. അപ്പം ഒരു ഡിസിഷൻ നമ്മൾ ചൂസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ പ്രോസസ്സിനെ പറ്റി നമുക്ക് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഡിസിഷൻ എനിക്ക് എടുക്കേണ്ട ആ സാഹചര്യം അഥവാ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ പറ്റി എനിക്കൊരു പ്രോബിലിസ്റ്റിക് ഐഡിയ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ എന്താ പറയുന്നത് എക്കോണമിക് സ്റ്റേറ്റ് അഥവാ വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം എന്ത് തന്നെയാണ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ എക്സാമ്പിൾ ആയി പറഞ്ഞത്. എനിക്കൊരു സ്ഥലത്ത് ഇന്നൊരു ഏരിയയിൽ എനിക്കൊരു കൃഷി തുടങ്ങണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു ഇപ്പം ഞാൻ ഏത് സമയത്താണ് ഞാൻ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് അവിടുത്തെ വെതർ കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു പ്രോബബിലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ഉണ്ട്. ഈ ചൂട് ഇത്ര ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തണുപ്പ് ഇത്ര ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ ഇത്രയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ആ സാധ്യത എവിടെ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ അല്ലേ. അതാ പാസ്റ്റ് എക്സ്പീരിയൻസ് വഴി നമുക്ക് അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്കംസിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ആ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ പറ്റി ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ആ പ്രോബബിലിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്? ഒരു റിസ്ക് ആണ്. കാരണം നേരത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഹാപ്പൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, അതേ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ പോലെ അതേ പ്രോബിലിറ്റി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ആ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ കേസ് ഓഫ് റിസ്ക്. അപ്പോൾ അങ്ങനൊരു ഇപ്പം ആ രീതിയിൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ പറ്റി ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് നമുക്ക് ഉണ്ടാവുകയും ആ പ്രോബബിലിറ്റിയുടെ ബേസിസിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ മേക്കർ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, റിസ്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ അത് എടുക്കേണ്ട ഡിസിഷൻസ്, അപ്പോൾ ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാവുന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ പറ്റിയുള്ള ഒരു ആ സാധ്യതകളെ പറ്റി ഒരു അറിവുണ്ടായിരിക്കും. ആ അറിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ എടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് വി ഹാവ് ടു ഫോളോ സം ക്രൈറ്റീരിയൻസ്. അപ്പം അവിടെ നമ്മൾ ചില പ്രോബബിലിറ്റിയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസിഷനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്തിൻ്റെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ആ പ്രോബബിലിറ്റി ബേസ് നമ്മൾ ചില ക്രൈറ്റീരിയൻസ് ഉണ്ടാക്കി ആ ക്രൈറ്റീരിയൻസ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? ഡിസിഷൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിൽ ദ ക്രൈറ്റീരിയൻസ് ദാറ്റ് വി ആർ യൂസിങ് ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ആർ ദർ ആർ 3 of them. First one is EMV or expected monetary value. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിൽ ഉപയോഗിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രോബബിലിസ്റ്റിക് അപ്രോച്ചിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയനാണ് EMV or എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ഈ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അഥവാ EMVയുടെ മറ്റൊരു പേരാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയനായ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ നമുക്ക് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്നും വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ്, അതൊരു സമ്മാണ്, സം ഓഫ് ദ പേ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് പേ ഓഫ് ആസ് വെൽ ആസ് ദ പ്രോബബിലിറ്റി. ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന പേ ഓഫിനെ അതാത് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവയുടെ സം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിലയാണെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഈസ് ദ സം ഓഫ് the payoff in the ith state of nature and jth course of action multiplied with the probability of the ith state of nature. ഒന്നുകൂടെ പറയാം. Expected monetary value is defined as the sum of, അതാണ് സിഗ്മ, sum of Pij means the payoff obtained in the ith state of nature and jth course of action. അതായത് ഐ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമ്മൾ ജെ എന്ന് പറയുന്ന ഒരു ആക്ഷനാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ ആക്ഷൻ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പേ ഓഫ്, കിട്ടുന്ന പേ ഓഫ് ആണ് നമ്മൾ വിളിക്കുന്നത് PIJ എന്ന് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ PIJ നമ്മൾ എന്ത് ചെയ്യുന്നു? ith സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇവയുടെ സം, എത്ര സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടോ അവയുടെ എല്ലാത്തിൻ്റെ എന്തെടുക്കുന്നു? സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഈസ് ദ സം ഓഫ്
the payoff obtained, sum of the payoff in ith state of nature and the jth course of action multiplied with the probability at the ith state of nature. അതായത് ഇപ്പോൾ ഇവിടെ എം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m PIJ into PI. ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ആണ്. എത്ര സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മളുടെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യും, ആ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ എണ്ണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PIJ ഈസ് ദ പേ ഓഫ് റിസൾട്ടിങ് ഫ്രം ദ ith സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആൻഡ് jth കോഴ്സ് ഓഫ് ആക്ഷൻ. ith സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ jth കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന പേ ഓഫ് അതാണ് PIJ. ആൻഡ് PI ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ith സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ith സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ ആ പേ ഓഫിനെ ആ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഓർ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കിട്ടും. അപ്പോൾ കിട്ടുന്നതാണ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, അതായത് മണി വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മണി വാല്യൂ എപ്പോഴും നമുക്ക് എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന EMVയുടെ വാല്യൂ മാക്സിമം ആയിട്ട് വരുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡിസിഷൻ മേക്കർ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയനായ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഉപയോഗിച്ചാണ് നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെയും കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ദോസ് ആക്ടിവിറ്റീസ് ഓർ ദോസ് കോഴ്സ് ഓഫ് ആക്ഷൻ ഹാവിങ് മാക്സിമം EMV ഷുഡ് ബി ചൂസൺ ആസ് ദ ഡിസിഷൻ. നമ്മൾ ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് മാക്സിമം EMV വരുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് ക്രൈറ്റീരിയൻ ഈസ് EOL, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റിഗ്രറ്റ്. അതായത് രണ്ടാമത്തെ ക്രൈറ്റീരിയൻ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിലെ സെക്കൻഡ് ക്രൈറ്റീരിയൻ ആണ് EOL, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റിഗ്രറ്റ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റിഗ്രറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m LIJ into PI. ഇവിടെ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഹിയർ എം റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, whereas LIJ is the opportunity loss in the ith state of nature and jth course of action. LIJ എന്നാൽ it is the opportunity loss in the ith state of nature and jth course of action. And PI is the probability of occurrence of the ith state of nature. എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസിൻ്റെ ഡെഫിനേഷൻ ആണ് പറഞ്ഞത് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to m LIJ into PI, where m is the number of states of nature, and the second one LIJ is the expected or the LIJ is the opportunity loss in the ith state of nature and jth course of action, and PI is the probability of occurrence of ith state of nature. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്നുള്ള പറയുന്നല്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഡിസിഷൻ അതിന് കറക്റ്റായിട്ടുള്ള സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്താൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന ലോസ് നമ്മൾ വിളിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ലോസ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് പേ ഓഫ് ആസ് വെൽ ആസ് ദ ആക്ച്വൽ പേ ഓഫ്. നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസിനെ പറയുന്നില്ലേ. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടാമായിരുന്ന ഹയസ്റ്റ് പേ ഓഫിനെ നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ച്വൽ പേ ഓഫും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് പേ ഓഫ് ആസ് വെൽ ആസ് ദ ആക്ച്വൽ പേ ഓഫ്. ഹയസ്റ്റ് പേ ഓഫ് ആ ഡിസിഷൻ അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്ന ഹയസ്റ്റ് പേ ഓഫും ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ച്വൽ പേ ഓഫും നമ്മൾ ഡിഫറൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ലോസുകളുടെ
ith സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ jth കോഴ്സ് ഓഫ് ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായേക്കാവുന്ന ഓപ്പർച്യൂണിറ്റി ലോസുകളെ എന്ത് ചെയ്യുന്നു, ആ ith സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവയുടെ സം എടുത്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് നമുക്ക് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റി ലോസ് ചെയ്തുകൊണ്ടുണ്ടായ അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തുകൊണ്ടുണ്ടായ ലോസിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റിഗ്രറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലോസ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, മിനിമൈസ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഏറ്റവും മിനിമൈസ് ആയിട്ടുള്ള ഏറ്റവും കുറവായിട്ടുള്ളത് ആ കോഴ്സ് ഓഫ് ആക്ഷനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട് നമ്മളുടെ ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് വേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള ആവശ്യം കൂടി ഞാനിപ്പോൾ പറഞ്ഞത്, അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുക ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിസ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയൻ EMV ആണെങ്കിൽ EMV നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂവിന് നമ്മൾ ഈ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ EMV മാക്സിമം ഉള്ളത് ആ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം എക്സ്പെക്ട് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ഓപ്പർച്യൂണിറ്റി ലോസ് അഥവാ ഈ OL ഏറ്റവും കുറവായിട്ടുള്ള മിനിമം ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഡിസിഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. ആൻഡ് തേർഡ് ക്രൈറ്റീരിയ ഈസ് EVPI, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. EVPI മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണെങ്കിലും എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ആണെങ്കിലും നമ്മൾ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യാം, ഇന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്യാം എന്നതിൻ്റെ ബേസിസ് നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻസ് നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ നമ്മളൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ പറ്റി മാക്സിമം ആയിട്ടുള്ള ഇൻഫർമേഷൻ അഥവാ അഡീഷണൽ ഇൻഫർമേഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ച ഡിസിഷൻ മേക്കർ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെയും പറ്റിയുള്ള പെർഫെക്റ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ കളക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്ന അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടി വരുന്ന ഈ എമൗണ്ട് നമ്മൾ അന്ന് വിളിക്കുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കറിന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒക്കർ ചെയ്യാവുന്ന സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനെ പറ്റിയുള്ള പെർഫെക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പേ ചെയ്യേണ്ടി വരുന്ന മാക്സിമം ആ മാക്സിമം എമൗണ്ട് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ, ആ എമൗണ്ടിൻ്റെ വാല്യൂവിനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് EVPI. EVPI is equal to, it is defined as EPPI minus maximum of EMV. Here EPPI is the expected payoff of perfect information and EMV is the expected monetary value. So, expected value of perfect information EVPI is equal to EPPI, that is expected payoff of perfect information minus maximum of EMV, where EMV is the expected monetary value. അപ്പോൾ അത് EMV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. EPPI എക്സ്പെക്റ്റഡ് പേ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷനും വേണം, ഈ EMVയുടെ മാക്സിമം വേണം. അപ്പോൾ EMV കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ് സിഗ്മ E is equal to 1 to m PIJ into PM കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐക്കും ജെയ്ക്കും ഉള്ള വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവയുടെ മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം EMV നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്, EPPI ഓർ എക്സ്പെക്റ്റഡ് പേ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ PPI കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സിഗ്മ I is equal to 1 to m maximum of PIJ into
പി ഐ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനും കോഴ്സ് ഓഫ് ആക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം പേ ഓഫ്, ആ മാക്സിമം പേ ഓഫ് എത്രയാണോ ആ മാക്സിമം പേ ഓഫിനെ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവയുടെ സം എടുക്കുന്നതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പി പി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇ വി പി ഐ ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സിമം ഓഫ് പി ഐ ജെ ഇൻറ്റു പി ഐ മൈനസ് maximum of EMB. EMB calculate in the sigma I is equal to 1/n Pij into Pi. So these are the three criterions that we are using in order to make decisions under the environment decision making under risk. Decision making under risk എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിൽ നമുക്കൊരു ഡിസിഷൻ നമുക്ക് ക്യാരി ഔട്ട് ആ റിസ്ക് ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ, അതായത് പ്രോബിലിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡിസിഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിസ്കി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഡിസിഷൻ നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we can use the three criterions. First one is expected monetary value or expected utility. Second one is expected opportunity loss or expected value of regret. And third one is expected value of perfect information. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഡിസിഷൻ തിയറി എന്ന് നമ്മൾ പറഞ്ഞു. ഡിസിഷൻ തിയറിക്കകത്ത് ഡിസിഷനെ പറ്റിയുള്ള ഡിഗ്രി ഓഫ് നോളജിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ആ ഡിഗ്രി ഓഫ് നോളജിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിൽ വി ക്യാൻ ക്ലാസിഫൈ ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്സ് ഇൻറ്റു 4. ദേ ആർ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ certainty, decision making under risk, decision making under uncertainty, and decision making under ignorance. So the first two topics, decision making under certainty എന്താണെന്നും decision making under risk എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം decision making under റിസ്ക് ഉള്ളൊരു റിസ്കി സിറ്റുവേഷൻ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ക്രൈറ്റീരിയൻസ് ആയ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ആസ് വെൽ ആസ് ദി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ, ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. അടുത്ത സെഷനകത്ത് നമ്മൾ ഈ EMV, EOL ആസ് വെൽ ആസ് ഈ VPAയുടെ ബേസിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. സോ ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട്സായിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.